എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പിച്ചസ് അല്ലെങ്കിൽ പ്രൊപ്പോസൽസ് ആവട്ടെ മീറ്റിംഗ്സ് ആവട്ടെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ക്യാഷ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ കുറവുള്ള ക്ലയൻസുമായിട്ടല്ല, മൾട്ടിപ്പിൾ ഫൗണ്ടേഴ്സും ഡിസിഷൻ മേക്കേഴ്സും ഉള്ള ബിസിനസ് ആയിട്ടാണ്. ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടീമിന്റെ അകത്ത് ഭയങ്കര കോൺഫ്ലിക്ട്സ് ആയിരിക്കും. ഐഡിയാസ് ആവട്ടെ, കോൺസെപ്റ്റുകളാവട്ടെ, സ്പെൻഡിങ് കപ്പാസിറ്റി എത്രത്തോളം വേണം, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ആവട്ടെ, അതേപോലെ പൊളിറ്റിക്സും ഫേവറിറ്റിസും ഒക്കെ വേറെ. ഇതൊന്നും പോരായിട്ട് ഈ ഡിഫിക്കൽട്ടി ലെവല് ഒരു 10 ലെവലും കൂടെ കൂട്ടുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ഇവരുടെ ടീമിന്റെ അകത്തുള്ള ജനറേഷൻ ഗ്യാപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ അതിന്റെ ഇന്റേണലി ഒരുപാട് കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ ഇഷ്യൂസ്, പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവുന്നത് നോർമലാണ്. പക്ഷേ ഇതൊക്കെ ഒരു സെക്കൻഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് റൂമിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഇനിയും ഇങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്യേണ്ടി വരും. അവരോടൊക്കെ ചോദിക്കാനുള്ളത് എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ.